റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 27-ാം ഭാഗം. ശരി സാർ. റാം മറ്റൊന്നും പറയാൻ നിൽക്കാതെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി. മുകളിലേക്ക് പോയതുപോലെ തന്നെ അവൻ തിരികെ വരുന്നത് കണ്ടപ്പോൾ ആനന്ദിക്ക് കാര്യം പിടികിട്ടി. ഞാനിത് പ്രതീക്ഷിച്ചു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുള്ളി പഠിപ്പിക്കുന്നത് മോഡേൺ സിനിമയെക്കുറിച്ചായിരുന്നു. എന്താ അല്ലേ? ഇവിടുത്തെ പ്രിൻ്റർ കേടാണ്. എനിക്ക് കുറച്ച് പ്രിൻ്റുകൾ എടുക്കുവാനുണ്ട്. നീ തെരുവിലേക്ക് വരുന്നോ? അവൾ ചോദിച്ചു. പിന്നെന്താ, വരാലോ, അവൻ പറഞ്ഞു. പുറത്തായി പൂക്കൾ നനച്ചുകൊണ്ടിരുന്ന അക്കയോട് റിസപ്ഷനിൽ ആരെങ്കിലും വന്നാൽ ഫോൺ ചെയ്യാൻ ഏൽപ്പിച്ച ശേഷം ആനന്ദി റാമിനൊപ്പം നുങ്കമ്പാക്കം തെരുവിലേക്ക് പോയി. തെരുവിൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു. വഴിയോര കച്ചവടക്കാരും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും തിക്കും തിരക്കും കൂട്ടി. അതിനിടയിലൂടെ വണ്ടിയുമായി പോകുന്നവർ ഹോൺ മുഴക്കി ആ തിക്കിനും തിരക്കിനും കൂടുതൽ ശബ്ദം നൽകി. പ്രിന്റുകൾ എടുക്കുന്ന കടയിൽ പ്രായം ചെന്ന ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. ആനന്ദി അവളുടെ കയ്യിലിരുന്ന പെൻഡ്രൈവ് കൊടുത്ത ശേഷം സൈഡ് ബാഗിൽ നിന്നും റാം കൊടുത്ത പണം കവറോടുകൂടി അയാളെ ഏൽപ്പിച്ചു. പ്രിന്റ് വാങ്ങുവാൻ 15 മിനിറ്റുകൾ കഴിഞ്ഞ് വരാൻ അയാൾ അവളോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും അവൾ റാമിനെയും കൂട്ടി സമീപമുള്ള പബ്ലിക് പാർക്കിലേക്ക് നടന്നു. അതെന്താ ആ പൈസ അവിടെ കൊടുത്തത്? റാം നടത്തത്തിനിടയിൽ ചോദിച്ചു. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഇന്നത്തെ ഫുഡ് അറേഞ്ച്മെൻറ്റ്, അതിനുള്ള ക്യാഷ്, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അവർ പാർക്കിലേക്ക് നടന്നെത്തിയിരുന്നു. അവിടെ കണ്ട മഞ്ഞ പെയിൻ്റടിച്ച ബെഞ്ചിൽ അവർ ഇരുന്നു. പാർക്കിൽ ആരുടെയും ശ്രദ്ധയെത്താത്ത ഇടങ്ങളിലൊക്കെ കാമുകന്മാർ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താണെന്നറിയില്ല, ഈ ബെഞ്ച് ആരും ഇരിക്കാൻ സെലക്ട് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വന്നാലും ഈ സീറ്റ് എനിക്കുള്ളത്, അവൾ പറഞ്ഞു. റാം ചുറ്റുമൊന്ന് നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ എതിർവശത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെയുള്ള ചിലർ സീൻ പിടിക്കാൻ എന്നതുപോലെ ആനന്ദിയും റാമിനെയും ഇടങ്ങനിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൻ അത് കണ്ട് ചിരിച്ചു. ദേ ഇന്നലത്തെ ആ പോലീസുകാരൻ, അതിനിടയിൽ റാം റോഡിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ആനന്ദി നോക്കുമ്പോൾ അവർ തലേന്ന് ബീച്ചിൽ വെച്ച് കണ്ട ഉയരമുള്ള ചെറുപ്പക്കാരനായ പോലീസുകാരൻ കളർ ഡ്രസ്സിൽ പാർക്കിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അയാൾ താമസിക്കുന്നത് ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. കയ്യിൽ പച്ചക്കറിയൊക്കെയുണ്ട്. റാം അയാളെ മൊത്തമായി നിരീക്ഷിച്ച ശേഷം പറഞ്ഞു. ആനന്ദി പെട്ടെന്ന് ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, അന്തരീക്ഷത്തിൽ നല്ല ചൂടുണ്ടല്ലോ. ഞാൻ പോകുക. പ്രിൻ്റ് ഇന്ന് വേണ്ട, നാളെ മതി. അത്രയും പറഞ്ഞ ശേഷം അവൾ കോൾ കട്ടാക്കി. എന്നിട്ട് റാമിനെ നോക്കി. നമുക്ക് പോകാം, ആനന്ദി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. റാം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവളെ നോക്കി. അവർ രണ്ടുപേരും തെരുവിലൂടെ തിരികെ കോളേജിലേക്ക് നടക്കുമ്പോൾ പ്രിൻ്റെടുക്കാൻ കൊടുത്ത കടയുടെ ഷട്ടർ ഇട്ടിരിക്കുന്നത് റാം ശ്രദ്ധിച്ചു. 5 വർഷത്തിന് ശേഷം അമ്മയെ കാണാൻ പോകുന്ന സന്തോഷവും നാട്ടിലേക്ക് രൂപമാറ്റത്തോടെ തിരികെ പോകുന്നതിലുള്ള ഭയവുമെല്ലാം മല്ലിയുടെ മുഖത്തുണ്ടായിരുന്നു. ആ ദിവസം സായാഹ്നത്തിൽ റാമിനെയും കൂട്ടി അവൾ ടി നഗറിലേക്ക് പോയി. അമ്മയ്ക്കും അച്ഛനും അനുജനും വസ്ത്രങ്ങളും മധുരപലഹാരങ്ങളുമെല്ലാം വാങ്ങുകയായിരുന്നു ഉദ്ദേശ്യം. നീ ഇങ്ങനെയായത് അവർക്കറിയുമോ? സാധനങ്ങളും വാങ്ങി ഗിണ്ടി സ്റ്റേഷനിൽ നിന്നും മല്ലിയുടെ താമസ സ്ഥലത്തേക്ക് നടക്കുന്നതിനിടെ റാം ചോദിച്ചു. ഒരിക്കൽ ഞാൻ എൻ്റെ ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അമ്മ അച്ഛനെയും അനിയനെയും കാണിച്ചെന്നാ പറഞ്ഞേ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? രണ്ടുപേരും ഫോട്ടോ നോക്കി കുറേ സമയം ചിരിച്ചു എന്ന് പറഞ്ഞു. അവർ നിന്നെ സ്വീകരിച്ചില്ലെങ്കിലോ? റാം അത് ചോദിച്ചപ്പോൾ മല്ലിയുടെ മുഖമാകെ മാറിയെങ്കിലും മുഖത്തല്പം ചിരി വരുത്താൻ അവൾ ശ്രമിച്ചു. അങ്ങനെ പറയല്ലേ റാം. എന്തൊക്കെ വന്നാലും അമ്മ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ബൈക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അനിയനും. അഥവാ അച്ഛൻ തടസ്സം നിന്നാലും എങ്ങനെയെങ്കിലും അയാളുടെ കാലും കൈയും പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കയറും. അതിപ്പോൾ ജീവിതകാലം മുഴുവൻ വെളിയിലിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞാലും അവർ പറയുന്നതൊക്കെ കേട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കും. എനിക്കിവിടെ ശരിക്കും മടുത്തു റാം. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർക്കും. ആ പാലത്തിന് താഴെ ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ് അടച്ചുറപ്പുള്ള ഒരു മുറി. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ശരീരം വിൽക്കുവാനോ ആർക്കും കീഴ്പ്പെടുവാനോ ഒട്ടും താല്പര്യമില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കുവാനും പോകുന്നില്ല. പിന്നെ പോകുന്നിടം വരെ അങ്ങ് പോകട്ടെ എന്നാ എല്ലാവരും കരുതുന്നേ. അവർക്കെല്ലാം എന്നെ പിരിയുന്ന ദുഃഖമുണ്ടെങ്കിലും കൂട്ടത്തിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുന്ന സന്തോഷം കൂടുതലും. പിന്നെ മറ്റൊരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. ഞാൻ പോയാലും നീ അവരെയെല്ലാം ഇടയ്ക്ക് ചെന്ന് കാണണം, മിണ്ടണം. എന്നോടോ അവരോടോ സാധാരണ മനുഷ്യരാരും വിശേഷം തിരക്കുവാൻ വരാറില്ല. അതുകൊണ്ട് തന്നെ ചില രാത്രികളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നീയൊരു സംസാര വിഷയമാകാറുണ്ട്. എല്ലാവർക്കും നിന്നെ വലിയ കാര്യവുമാണ്. അവളത് പറഞ്ഞപ്പോൾ റാം ഒന്ന് മൂളുക മാത്രം ചെയ്തു. നടത്തത്തിനിടയിൽ അല്പദൂരം ഇരുവരും ഒന്നും തന്നെ സംസാരിച്ചില്ല. ഇന്ന് നിന്റെ കൂടെ വന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരാൾ കൂടിയുള്ള ഭക്ഷണം കാണുമോ? പാലത്തിനരികിലേക്ക് നടന്നെത്തുമ്പോൾ റാം മല്ലിയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ട് മല്ലി പല്ലുകൾ മുഴുവൻ വെളിയിൽ കാണുന്ന തരത്തിൽ ചിരിച്ചു. അന്നു റാം അത്താഴം കഴിച്ചത് അവർക്കൊപ്പമാണ്. അവരുടെ തമാശകളും ചിരിയും കളിയുമെല്ലാം അവൻ്റെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും അവനും അവർക്കൊപ്പം പങ്കുചേർന്നു. തനിക്ക് ചെന്നൈയിൽ ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ 13 പേരെയും അതിലൊരു ചെറിയ വീട് കെട്ടി താമസിപ്പിക്കുമായിരുന്നുവെന്ന് റാം മനസ്സിലോർത്തു. രാത്രി 9:30 അവരോട് യാത്ര പറഞ്ഞ് അവൻ അയ്യപ്പൻ താങ്കലിലേക്കുള്ള ബസ് കയറി. മല്ലി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ തൻ്റെ കൂട്ടുകാരിയെല്ലാം കാണിച്ചു കൊടുത്തു. അവൾക്ക് തൻ്റെ നാടായ സേലത്തേക്ക് പോകുവാൻ ഇനി 2 നാൾ കൂടി മിച്ചമുണ്ടായിരുന്നു. പിറ്റേ
പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. വെട്രി ആനന്ദിയുടെ കമ്പനിക്ക് അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഫാമിലിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഓർഡർ സംഘടിപ്പിച്ചു കൊടുത്തു. പാർട്ടിക്ക് ഡെക്കറേഷൻ ചെയ്യാനായി പുറത്തു നിന്നും ആളെ വിളിക്കാതെ റാമും വെട്രിയും രേഷ്മയും ചേർന്ന് ആ ദൗത്യം ഏറ്റെടുത്തു. 200 പേരുടെ പരിപാടിക്ക് വേണ്ടി ലഡുവും ജിലേബിയും ഉൾപ്പെടെ മറ്റുള്ള മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് പാർട്ടിയായിരുന്നു. ആനന്ദിക്ക് സത്യത്തിൽ അതൊരു പരീക്ഷണം കൂടിയായിരുന്നു. ഡെക്കറേഷൻ പുറത്തുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലും കുറഞ്ഞ റേറ്റിൽ അവൾക്ക് ആ പരിപാടി നടത്താനായി. അതുപോലെ സാധാരണ ബേക്കറികളിൽ നിന്ന് സ്വീറ്റ്സ് എടുക്കുന്ന പരിപാടി മാറ്റി പാർട്ടിയുടെ സ്വീറ്റ്സ് ഉപയോഗിച്ചപ്പോൾ വലിയൊരു തുക അതിലും ലാഭം കിട്ടി. ഒടുവിൽ കാറ്ററിംഗ് ടീമിന് കൂലി കൊടുത്ത് പറഞ്ഞുവിട്ട ശേഷം അന്ന് വൈകിട്ട് പാർട്ടിയുടെ വീട്ടിലെ ഹാളിൽ ഒന്നിച്ചു കൂടിയപ്പോൾ അന്നത്തെ ലാഭവിഹിതം ആനന്ദി 5 വീതിച്ചു. ഒരാൾക്ക് 3000 രൂപ വീതം ലഭിച്ചു. ഇത് കൊള്ളാമല്ലോ, ഞങ്ങളെ കൂടി നീ പാർട്ട്നേഴ്സ് ആക്കുന്നോ? വെട്രി പൈസ പോക്കറ്റിലേക്ക് മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. കടവുളെ, ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഒറ്റയ്ക്ക് ഇതിന് മാത്രം പലഹാരം ഉണ്ടാക്കാൻ ഞാൻ യന്ത്രമൊന്നുമല്ല. ഇന്നലെ തികച്ച് 1 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. നാളത്തേക്ക് ബേക്കറിയിൽ കൊടുക്കാനുള്ള പലഹാരമൊക്കെ ഞാനിനി എപ്പോൾ ഉണ്ടാക്കി തീരുമോ എന്തോ. ഞാൻ ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പാർട്ടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അത് സാരമില്ല, പാർട്ടിയെ നമുക്ക് പൊക്കാം, നോ പ്രോബ്ലം. പാർട്ട്ണർഷിപ്പിനെ പറ്റി നമുക്ക് കാര്യമായിട്ടൊന്ന് ആലോചിക്കാം. എനിക്കും ഇതാ ലാഭം, ആനന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് രേഷ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൾ ഫോണെടുത്ത് സംസാരിച്ച ശേഷം അവിശ്വസനീയമായി എന്തോ കേട്ട രീതിയിൽ വാപൊത്തി. എന്നിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കി. ആനന്ദിയും റാമും വെട്രിയും അവളെ തന്നെ നോക്കിയിരുന്നു. എന്നെ മണിരത്ന സാറിൻ്റെ സിനിമയിൽ നായികയുടെ സപ്പോർട്ടിംഗ് ക്യാരക്ടറായി സെലക്ട് ചെയ്തു. കോമഡി റോളാ, അവൾ ആവേശത്തോടെ അവരെ നോക്കി പറഞ്ഞു. ആനന്ദി കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഓടിപ്പോയി രേഷ്മയെ കെട്ടിപ്പിടിച്ചു. വെട്രി റാമു സന്തോഷത്തിൽ ഉറക്കെ കൂവി. ബഹളം കേട്ട് പാർട്ടി അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് തിരിച്ചു വന്നു. നീയൊക്കെ എന്ത് ബഹളം വച്ചാലും കൂവിയാലും ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൽ ചേരില്ല, അവർ അവരുടെ എല്ലാ മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞു. കിളവി, എനിക്ക് സിനിമയിൽ സെലക്ഷൻ കിട്ടിയടി, രേഷ്മ തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന ആനന്ദിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നീയും ഇവരുടെ കൂടെ ബിസിനസ് ഇല്ല അല്ലേ? പാർട്ടി പറഞ്ഞത് കേട്ട് അവർ 4 പേരും പൊട്ടിച്ചിരിച്ചു. രേഷ്മയുടെ ആ നേട്ടം ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. വെട്രി റാമും കൂടി ബിയർ വാങ്ങാൻ പോയപ്പോൾ ആനന്ദിയും രേഷ്മയും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി പുറപ്പെട്ടു. ബിനീഷേരനോട് അന്ന് താൻ പാർട്ടിയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് റാം വിളിച്ചു പറഞ്ഞു. രേഷ്മയും അതുതന്നെ വീട്ടിൽ പറഞ്ഞു. ഒടുവിൽ 9 മണിയോടെ 2ാം നിലയുടെ മുകളിലെ ടെറസിലായി അവർ 5 പേരും ഒന്നിച്ചുകൂടി. പാട്ടിയും ആനന്ദിയും ഒഴികെ ബാക്കി 3 പേരും ബിയർ കുടിച്ചു. പാട്ടിക്കും ആനന്ദിക്കും വൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രേഷ്മ പകുതി ബിയർ കുടിച്ചപ്പോൾ വെട്രി റാമും 2 വീതം ബിയർ കുടിച്ചു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യത്തെയാൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. 2ാമത്തെ ബിയർ ബോട്ടിൽ കാലിയാക്കി നിലത്തേക്ക് വെച്ചുകൊണ്ട് റാം പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ 3 പേരും ലക്ഷ്യമെന്താ? നിങ്ങളാരും അതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. പാട്ട് റാമിനെയും വെട്രിയും ആനന്ദിയെ നോക്കി ചോദിച്ചു. രേഷ്മ സിനിമയിൽ കയറിയില്ലേ? ഇനി അവൾ അഭിനയിക്കുന്ന പടങ്ങളിലൊക്കെ ഞാനും റാമും അസിസ്റ്റന്റ് ഡയറക്ടർമാർ. ആനന്ദിയുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല, വെട്രി വിനയത്തോടെ പറഞ്ഞു. അയ്യടാ, ഇന്ന് വന്നേച്ചാൽ മതി, നിന്നൊക്കെ ഇപ്പോൾ തന്നെ മണിരത്ന സാർ അസിസ്റ്റന്റ് ആക്കും, രേഷ്മ പുച്ഛത്തോടെ പറഞ്ഞു. കണ്ടോ അവൾ സിനിമാക്കാരുടെ തണിനിറം കാണിച്ചു തുടങ്ങി. നിന്നെ നമ്പിനാൽ വെട്രിയെ ബാക്കി പറയുവാൻ റാം സമ്മതിച്ചില്ല. എനിക്ക് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോവൽ എഴുതണം പാട്ടി. പറ്റിയാൽ അത് തന്നെ സിനിമയായി ചെയ്യുകയും വേണം. ഇതാണ് എൻ്റെ എയിം, റാം പറഞ്ഞു. എങ്കിൽ ആ പടത്തിൽ ഞാൻ കോ ഡയറക്ടർ. ഇന്നു മുതൽ അതാണ് എൻ്റെ പുതിയ എയിം, വെട്രി വീണ്ടും വിനയത്തോടെ പറഞ്ഞു. എൻ്റെ വെട്രി, രേഷ്മ അവനെ കൈകൂപ്പി കാട്ടി. നിൻ്റെയോ കൂട്ടത്തിലില്ലാത്ത ഒരാളെ പോലെ അവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആനന്ദിയോട് പാട്ട് ചോദിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല പാട്ടി, അവൾ സാമട്ടിൽ പറഞ്ഞൊഴിഞ്ഞു. അത് കള്ളം, നീ ഈ ഉറുമ്പ് ഭക്ഷണം സ്വരുക്കൂട്ടുന്നത് പോലെ പൈസ സ്വരുക്കൂട്ടുന്നത് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ, അത് പറ ആദ്യം, രേഷ്മ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്കും അതറിയണം, വെട്രിയും രേഷ്മയ്ക്കൊപ്പം ഏറ്റുപിടിച്ചു. നമ്മളൊക്കെ ഇത്രയും അടുത്ത സ്ഥിതിക്ക് നിനക്കത് പറഞ്ഞുകൂടെ? റാമും അതേ കാര്യം ആവശ്യപ്പെട്ടു. ആനന്ദി ആശയക്കുഴപ്പത്തിലായതുപോലെ പാട്ടിയെ നോക്കി. അവരെപ്പോലെ നിർബന്ധിച്ചില്ലെങ്കിലും പാട്ടിയുടെ മുഖത്തും അതറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് ആനന്ദിക്ക് തോന്നി. അയ്യോ, സത്യമായിട്ടും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നേ. അവരുടെ മറുപടിയിൽ അത്ര തൃപ്തി തോന്നിയില്ലെങ്കിലും അവർ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അന്ന് രാത്രിയിൽ റാം വെട്രിയുടെ മുറിയിലും രേഷ്മയും ആനന്ദിയും പാട്ടിയുടെ മുറിയിലുമായി കിടന്നുറങ്ങി. അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ടാണ് രേഷ്മ ഞെട്ടി ഉണർന്നത്. നോക്കുമ്പോൾ ഇരുട്ടിൽ ആനന്ദി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആനന്ദിയുടെ പ്രവൃത്തിയിൽ നേരിയ സംശയം തോന്നിയപ്പോൾ രേഷ്മ പാട്ടിയെ ഉണർത്താതെ പതുങ്ങി ആനന്ദിയുടെ പിന്നാലെ പോയി. വീടിൻ്റെ വാതിൽക്കലെത്തിയ ആനന്ദി പുറത്തെ ലൈറ്റ് അണച്ചിട്ട് ഗേറ്റിനെ നിറക്കി വേഗത്തിൽ നടന്നുപോയി. തൽക്ഷണം രേഷ്മ വരാതിൽ കിടന്നിരുന്ന കുശിനിട്ട കസേരയുടെ പിന്നിൽ ഒളിച്ചു. ഉടനെ ഗേറ്റിനരികിലായി ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. ആനന്ദി അയാളെ കണ്ടതും ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് അല്പം തുറന്നു കൊടുത്തു. അയാൾ അകത്തേക്ക് കയറിയതും അവൾ അയാളെയും കൂട്ടി മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് ആ മുറിയുടെ വാതിലടഞ്ഞതും രേഷ്മയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ കൺമുന്നിൽ മോശക്കാരിയായി മാറുന്ന വെപ്രാളമായിരുന്നു അവൾക്ക്. പാട്ടിയും മറ്റും വെളിച്ചുണർത്തി കൈയോടെ അവളെ പിടികൂടിയാലോ എന്നവൾ ചിന്തിച്ചെങ്കിലും ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ അവൾക്ക് സാധിച്ചില്ല. മാത്രമല്ല റാമിന് ആനന്ദിയോട് എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു.
ആനന്ദിയെ ഒരു മോശം സാഹചര്യത്തിൽ പിടികൂടുമ്പോൾ അവനുണ്ടാകുന്ന മനോവിഷമത്തെപ്പറ്റിയും അവൾ ചിന്തിച്ചു. അങ്ങനെ ഓരോരോ ചിന്തകളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആനന്ദിയുടെ മുറിയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. അതോടൊപ്പം രേഷ്മയുടെ കാടുകയറിയുള്ള ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് വീഴുകയും ചെയ്തു. അവളാണ് ആദ്യം പടികളിറങ്ങി താഴേക്ക് വന്നത്. ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിച്ച ശേഷം അയാളെയും അവൾ താഴേക്ക് വിളിച്ചു. പടികളിറങ്ങുന്ന കൂട്ടത്തിൽ കയ്യിലിരുന്ന ഒരു പൊതി അയാൾ തൻ്റെ ഷർട്ട് പൊക്കി വയറിൻ്റെ ഭാഗത്ത് പാൻറിൻ്റെ ഇടയിൽ തിരികെ കയറ്റി. അയാളുടെ മുഖത്തേക്ക് എവിടെ നിന്നെങ്കിലും അല്പം വെളിച്ചം വീണിരുന്നെങ്കിൽ മുഖം വ്യക്തമായെന്ന് രേഷ്മ ചിന്തിച്ചു. അയാൾ ഗേറ്റ് കടന്നുപോയ ഉടൻ ആനന്ദി തൻ്റെ ഫോണിൻ്റെ പിൻവശം തുറന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന സിം ഫോണിലിട്ട് ആരെയോ വിളിച്ച് അടക്കിപ്പിടിച്ച് സംസാരിച്ചു. ശേഷം ആ സിം ഒരു പഴയ സിമ്മിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. രേഷ്മ വേഗത്തിൽ മുട്ടിൽ നിരങ്ങി അകത്തേക്ക് കയറി ഓടിപ്പോയി കട്ടിലേക്ക് കിടന്നു. ആനന്ദി മുറ്റത്തെ ലൈറ്റ് ഓണാക്കിയിട്ട് വാതിൽ ചാരി തിരികെ കട്ടിൽ വന്ന് കിടന്നു. ആനന്ദി വളരെ വേഗത്തിൽ ഉറക്കം പിടിച്ചെങ്കിലും രേഷ്മയ്ക്ക് അതിന് സാധിച്ചില്ല. പുറത്തു നിന്നുള്ള നേരിയ വെളിച്ചത്തിൽ അവൾ ഇടയ്ക്കിടെ ആനന്ദിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രേഷ്മ ഉണരുമ്പോൾ ആനന്ദി ജോലികൾക്കായി പോയിരുന്നു. പാട്ടി അടുക്കളയിൽ അവർക്കുള്ള പ്രഭാത ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷായതിനു ശേഷം രേഷ്മ അടുക്കളയിലേക്ക് ചെന്നു. പാട്ടി, ആനന്ദി അപ്പോൾ വരും. 10 മണിയാകും. രേഷ്മ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാട്ടി, ആനന്ദിയുടെ മുറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ പാട്ടിയുടെ കൈവശമുണ്ടോ? രേഷ്മയുടെ ചോദ്യം കേട്ട് ആവി പറക്കുന്ന ഇഡലികൾ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്ന പാട്ടി അവളെ ഒരു നോട്ടം നോക്കി. എന്താ കാര്യം? അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാ? പറ പാട്ടി, വേറെ കീയുണ്ടോ? രേഷ്മ ചിണുങ്ങും പോലെ ചോദിച്ചു. കീയൊക്കെ വേറെയുമുണ്ട്. പക്ഷെ വല്ല പണിയും ഒപ്പിക്കാനാണെങ്കിൽ ഒടുക്കം എൻ്റെ തലയ്ക്ക് വരരുത്. കേട്ടല്ലോ? പാട്ടിയുടെ നിബന്ധന പോലെ പറഞ്ഞു. അതൊന്നുമില്ല പാട്ടി, കീ താ. അവളൊരു ചിരി ചിരിച്ചിട്ട് പാട്ടിയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അലമാരിൽ ചെറിയ ഡ്രോയിൽ ഒരു ചുവന്ന കവറുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീ അതിലുണ്ട്. പാട്ടി അത് പറഞ്ഞതും രേഷ്മ പാട്ടിയുടെ മുറിയിലേക്ക് വേഗത്തിൽ നടന്നുപോയി. മുറിയിലെത്തിയതും അലമാരിൽ നിന്നും ചുവന്ന പ്ലാസ്റ്റിക് കവർ നോക്കിയെടുത്ത് അത് കട്ടിലേക്ക് കുടഞ്ഞിട്ടു. 2-3 പേപ്പറുകളുടെ കൂട്ടത്തിൽ ആനന്ദിയുടെ മുറിയുടെ ചാവിയും കട്ടിലേക്ക് തെറിച്ചു വീണു. രേഷ്മ നോക്കുമ്പോൾ ആനന്ദിയുമായുള്ള വാടക കരാറും അവളുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഒക്കെയാണ് ആ പേപ്പറുകൾ. രേഷ്മ വേഗത്തിൽ തൻ്റെ ഫോണെടുത്ത് ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ശേഷം അവ ഭദ്രമായി അലമാരിയിലേക്ക് തിരികെ വെച്ച് കീയുമായി മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നു. വെട്ടിയുടെ മുറി അടഞ്ഞു കിടന്നിരുന്നതിനാൽ അവനും റാമും നല്ല ഉറക്കത്തിലായിരിക്കുമെന്ന് രേഷ്മ കണക്കുകൂട്ടി. ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ആനന്ദിയുടെ മുറി തുറക്കുമ്പോൾ അവൾ ഒരിക്കൽ കൂടി റോഡിലേക്ക് ശ്രദ്ധിച്ചു. ശേഷം വേഗത്തിൽ മുറി തുറന്ന് അകത്തേക്ക് കയറി വാതിലിൻ്റെ കുറ്റിയിട്ടു. ആദ്യമായിട്ടായിരുന്നു ആനന്ദി താമസിക്കുന്ന മുറിയിലേക്ക് രേഷ്മ കയറുന്നത്. മുറിയിലെ ലൈറ്റിട്ടതും രേഷ്മ ഒരു നിമിഷം പകച്ചു. മുറിയുടെ ഭിത്തിയിൽ മുഴുവനും സിനിമാ നടി തൃഷയുടെ പല വലിപ്പത്തിലുള്ള ഫോട്ടോകൾ ഒട്ടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ആനന്ദിയുടെ സംസാരത്തിൽ നിന്നും തൃഷ എന്ന നടിയുടെ ഒരു പേര് പോലും കേൾക്കാത്തതിൽ അവൾക്ക് അത്ഭുതം തോന്നി. വെട്ടിയുടെ മുറി പോലെ തന്നെ ഒരു കട്ടിലും ഒരു തടിയലമാരയും ഒരു മേശയും കസേരയും അവളുടെ മുറിയിലുമുണ്ടായിരുന്നു. വസ്തുക്കൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ രേഷ്മ ആ മുറിയാകെ പരിശോധിച്ചു. ബെഡിൻ്റെ ഒരു ഭാഗം അല്പം ഉയർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അതിന് താഴേക്ക് കൈകടത്തി നോക്കി. കയ്യിൽ തടഞ്ഞ ഒരു പുസ്തകം അവൾ പുറത്തേക്കെടുത്തു. ന്യൂ ഇയർ സമയങ്ങളിൽ ഓൺലൈൻ സൈറ്റുകളിൽ സ്ഥിരം പരസ്യം കാണിക്കാറുള്ള പൂട്ടുന്ന തരത്തിലുള്ള ഒരു ഡയറിയായിരുന്നു അത്. ഒരു ലെതർ ബെൽറ്റ് കൊണ്ട് പുസ്തകത്തെ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ ചുറ്റിവച്ച ശേഷം അതിലുള്ള ചെറിയ താഴ് ഉപയോഗിച്ച് പൂട്ടിവച്ചിരുന്നു. അതിൻ്റെ താക്കോലിനായി മുറിയിൽ മൊത്തമായി ഒരിക്കൽ കൂടി തപ്പി നോക്കിയെങ്കിലും അവൾക്ക് താക്കോൽ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ആ നിമിഷം രേഷ്മയുടെ മനസ്സിലേക്ക് ആനന്ദിയെപ്പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾ പൊന്തി വന്നു. വെട്ടിയുടെ മുറി തുറക്കുന്ന ശബ്ദം കേട്ടതും രേഷ്മ വേഗത്തിൽ ആ ഡയറി തിരികെ ആനന്ദിയുടെ ബെഡിൻ്റെ കീഴെ വെച്ചിട്ട് മുറിയിലെ ലൈറ്റ് ഓഫാക്കി. എന്നിട്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പുറത്തെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു. വെട്ടിയോ റാമോ ആരോ ഒരാൾ പടികളിറങ്ങി താഴേക്ക് പോകുകയും പുറത്തുള്ള ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയും 2 മിനിറ്റുകൾക്ക് ശേഷം ഇറങ്ങിയാൽ പടികൾ കയറി തിരികെ എത്തി മുറിയുടെ വാതിലടയ്ക്കുന്ന ശബ്ദവും അവൾ കൃത്യമായി ശ്രദ്ധിച്ചു. അന്തരീക്ഷം വീണ്ടും ശാന്തമായതും ആനന്ദിയുടെ മുറിയിൽ നിന്നും അതിവേഗത്തിൽ രേഷ്മ പുറത്തിറങ്ങി.